ഇത് അതിനപ്പുറം ചികിത്സയുടെ ഏറ്റവും ഭീകരമായ രൂപമാണ്. അതെന്താ കണ്ടോളൂ. என வருபவர்களுக்கு இரும்பு சேரால் முதுகிலேயே அடிக்கிறார். கால்வலி என வருபவர்களுக்கு அவர்களின் ஊன்றுகோலை வாங்கி காலிலேயே அடிக்கிறார். வலிப்பு வந்தவர்களை சேர் கொண்டு பலமாக தாக்குகிறார். കണ്ടോ, എന്തൊരു ദ്രോഹാണിത്. എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യരെ കസേര എടുത്തറിയാം, ഇരുമ്പിന്റെ കസേര. മന്ത്രി പറഞ്ഞ പോലെ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോ നേരത്തെ സുധാകരൻ പറഞ്ഞത് അതാ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ ഇത്രയും വലിയ അക്രമവാസന ഏത് 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 മനുഷ്യനായത്, ഏത് ശൈഖായത്? എന്നിട്ട് അവനും പരിവേഷാണ്, സമൂഹത്തിൽ അംഗീകാരാണ്. അംഗീകാരം എന്ന് മാത്രമല്ല, മൂപ്പര് ഓപ്പറേഷനും ചെയ്യത്രേ. എറിയും അടിയും മാത്രമല്ല, ഓപ്പറേഷൻ ഉണ്ട് എന്നാണ്. ആ ഓപ്പറേഷന്റെ രംഗവും കൃത്യമായി തന്നെ അവരിറക്കിയ സീഡിയിൽ തന്നെ ഉണ്ട്. കണ്ടോളൂ. അസ്ലം ബാബ மயக்க மருந்து கிடையாது, படுக்கை கிடையாது, ரத்த பாட்டில்கள் கிடையாது, ஆக்சிஜன் சிலிண்டர்கள் கிடையாது, உயர் ரக உபகரணங்கள் கிடையாது, துணி தைக்க மருந்து கிடையாது, படுக்கை கிடையாது, ரத்த பாட்டில்கள் கிடையாது, ஆக்சிஜன் சிலிண்டர்கள் கிடையாது, உயர் ரக உபകരണങ്ങൾ கிடையாது, തുണി തൈ. കണ്ടോ, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു സംവിധാനം വേണ്ട. വലിച്ചുകൊണ്ടിടുക, എന്നിട്ടോ കത്രെടുക്കുക. ഏത് കത്രിയ? തുണി മുറിക്കണ കത്രി. തുണി മുറിക്കണ കത്രി എടുത്തിട്ട് കുത്തി കയറ്റുക. കുത്തി അവത്തൊട്ട് കയറ്റിട്ട് ബ്രെയിൻ ട്യൂമറൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര സമയമാണ്. കുത്തി അങ്ങ് കയറ്റ, രണ്ട് ഇളക്കിളക്കുക, വലിച്ചിങ് ഊരുക. വലിയ ശൈഖായി. നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് സീഡികൾ ആളുകൾ വലിയ ശൈഖ. ഇതെന്താ ഈ കാണുന്നത്? ഒരു അനസ്തേഷ്യല്ല. ഇങ്ങോട്ട് വരിക, പിടിക്കുക, രണ്ട് കസേരക്ക് രണ്ട് എറി കൊടുക്കുക, ആ വലിയ കത്രി എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് കയറ്റുക. ഇത് കണ്ട് അത്ഭുതമായി. വലിയ ശൈഖ് തന്നെ. എന്ത് തട്ടിപ്പും കാണിച്ചാൽ ഓരോ ശൈഖാക്കാൻ വലിയ. ശൈഖന്മാർക്കും വലിയമാർക്കും ഒന്നും ഒരു വിലയില്ലേ? എന്ത് കണ്ടാലും ആക്കന്നെ. അങ്ങനെ ഈ രൂപത്തിൽ ഏതെങ്കിലും ജഗപുകയൊക്കെ കാണിച്ച് അവസാനം എന്തെടുക്കുക, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, വലിയ ശൈഖായി. എന്നാലും ചില ആളുകളുണ്ട്, അവർ ചിന്തിക്കണം, അവരിങ്ങനെ പുറകെ കൂടും. പുറകെ കൂടി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാ തട്ടിപ്പ് പുറത്തായത്. എന്താണ് ഈ ഓപ്പറേഷൻ? എറിയൊക്കെ കൃത്യമാണ്. അതിപ്പോ വലിയ പ്രയാസം. സ്വന്തം ശരീരത്തിലേക്കല്ലോ, പെല്ലോന്റെ മേത്തിട്ടല്ലേ എറിയണ്. അതുകൊണ്ട് ആർക്കറിഞ്ഞൂടെ? അതൊക്കെ അറിയും. പക്ഷെ ഓപ്പറേഷൻ എങ്ങനെ നടത്തണം, അതൊരു അത്ഭുതം തന്നെയാണല്ലോ. അങ്ങനെ ഓപ്പറേഷനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്ത്, അത് വലിയ ഭീകരമായ ഒരവസ്ഥ തന്നെയായിരുന്നു. കണ്ടോളൂ എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ.
அஸ்லம் பாபா கேமராவில் மாட்டிக்கொண்ட காட்சியை பாருங்கள். இன்னும் புரியவில்லையா? பாபா காலை உயர்த்தும் போது கீழே தெரியும் காகித பொட்டலத்தின் உள்ளே கசாப்பு கடையில் வாங்கிய மாமிசம் இருக்கிறது. இந்த பொட்டலத்தை பாபா எப்படி தந்திரமாக தன் கையில் உள்ள காகிதத்தினால் மறைத்து எடுக்கிறார் என பாருங்கள். பாபாவின் கைக்கு பொட்டலம் வந்த பின்பு அறுவை சிகிச்சை செய்வது போல நடிப்புத்தான். அந்த மாமிச துண்டையே கட்டி என வெட்டி வெளியில் எடுக்கிறார். அப்புறம் என்ன, சுற்றி இருக்கும் மக்கள் ஏமாந்துதான் போவார்கள். ஆயிரக்கணக்கான மக்களின் முன்பு அறுவை சிகிச்சை என்ற பெயரில் பட்டவர்த்தனமாக ஏமாற்றும் பாகல்கோட் அஸ்லாம் பாபா அதில் ஒருவர் மட்டுமே. അങ്ങ് ഇറച്ചിക്ക് വെട്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാട്. രാത്രി ഉറക്കം നിന്ന് പോത്തിലേക്ക് മറിച്ചിട്ട് അടുത്ത് പിന്നെ തൊലി കുലിച്ചിങ്ങനെ തൂക്കി ആളുകൾ വന്ന് വാങ്ങി. എന്ത് കഷ്ടപ്പാടാ. പിന്നെ അവസാനം മൂപ്പര് നാട് വിട്ടുപോയി. പിന്നെ തിരിച്ചു വന്നു. വന്നപ്പോ ഒരു കോട്ടും ലോഹൊക്കെ ഇട്ടു. അങ്ങനെ ലോഹൊക്കെ ഇട്ട് വന്നു. വലിയൊരു ഷെയ്ഖായി അഭിനയിച്ചു. അവസാനം ചികിത്സ തുടങ്ങി. ആളെ കൂട്ടി. അപ്പോഴും മൂപ്പരുടെ മനസ്സിൽ പഴയ ചിന്ത, ആര് ഇറച്ചിയുമായുള്ള അഭേദ്യമായ ബന്ധം, ഒരിക്കലും മുറിച്ചു തീർക്കാൻ പറ്റാത്ത, മുറിച്ചു മാറ്റാൻ കഴിയാത്ത അഭേദ്യമായ ബന്ധം. അതിന്റെ ഭാഗമായിട്ട് മൂപ്പര് പിന്നെ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങലായി. അങ്ങനെ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നത് കഷ്ണാക്കിയിട്ട് അത് കാലിന്റെ അടിയിലും ഒളിപ്പിച്ചു വെച്ച് അവസാനം ഒരു തന്ത്രത്തിലൂടെ അതിങ്ങനെ ഓപ്പറേഷൻ ചെയ്യണ പോലൊക്കെ കാണിച്ച് കുത്തി അവസാനം അകത്തുനിന്ന് കറക്കി പുറത്തെടുക്കുന്നു. ആ കത്രികത്തുമ്പിലെന്ത് ഇറച്ചി കഷ്ണം. ഇത് കണ്ടപ്പോ പുറകെ പോകാൻ കൗമ് അതിന്റെ പിന്നാലെ പോയി. ഇല്ലേ, അസ്ലം ബാബക്ക് പരിവേഷം. ആരാ പോയത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, ബോധമുണ്ടാകണം. ആരാ പുറകെ പോയത്, ആരാ പിന്നാലെ പോയത്? കണ്ടോളൂ ആരാ പോയത് എന്ന്. கணக்கான அப்பாவி மக்கள் நோய் தீர வந்தபடி இருக்கிறார்கள். பல பெருந்தலைகளும் புகழ் பெற்றவர்களும் கூட இங்கே வருவதாக சொல்லப்படுகிறது. CK जाफर शरीफ ex-MP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं, वो यहाँ आ चुके हैं. CK जाफर शरीफ ex-MP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं, वो यहाँ आ चुके हैं. CK जाफर शरीफ ex-MP और जैसे CM इब्राहिम यहाँ कर्नाटक के हैं, वो यहाँ आ चुके हैं. ജാഫർ ഷരീഫും പിന്നെ CM ഇബ്രാഹിമും എല്ലാ നേതാക്കന്മാരും പോവാണ്. എവിടെ? അസ്ലം ബാബയുടെ സമീപത്ത്. ഈ അസ്ലം ബാബയുടെ സമീപത്ത് ജാഫർ ഷരീഫും CM ഇബ്രാഹിം ഒക്കെ പോയി ബർക്കത്തെടുക്കാണ്, അനുഗ്രഹം വാങ്ങാണ്. നീ ആരാ ഈ CM ഇബ്രാഹിം അറിയോ? നിങ്ങൾ നോക്ക്, ആ ബന്ധമുണ്ടല്ലോ. എല്ലാ തട്ടിപ്പ് വീരന്മാരും പരസ്പരം വലിയ ബന്ധത്തിലാണ്. അത് വലിയൊരു ചങ്ങലയാണ്, വലിയൊരു ശൃംഖലയാണ്. ആരാ ആ CM ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ? ആരാന്നറിയോ? ആരാ CM ഇബ്രാഹിം? പരിചയപ്പെടുത്തട്ടെ, വരട്ടെ. സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം. സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം. കണ്ടോ? സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം. ഇതേ CM ഇബ്രാഹിം തന്നെയാണ് വേറെ ഇപ്പൊ അസ്ലം ബാബയുടെ അടുക്കലാണെങ്കിൽ മറ്റൊരിക്കൽ അമൃതാനന്ദമയുടെ അടുക്കൽ പോയത്. ആ അമൃതാനന്ദമയുടെ അടുക്കൽ ഒരു വട്ടം, അതുപോലെ തന്നെ മറ്റൊരിക്കൽ അസ്ലം ബാബയുടെ അടുക്കല്. അങ്ങനെ പോയ ആളെ നമ്മുടെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് എന്താണോ? സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയവും ആവേശവുമായ CM ഇബ്രാഹിം. എന്തൊരു വാചക പിശക് സംഭവിച്ചതാണോ? പറഞ്ഞപ്പോൾ ഒരു വാചക പിശക് പറ്റിപ്പോയതാണോ? അല്ല, നേരെ മറിച്ച് ആധികാരികമായ വ്യക്തിത്വങ്ങൾ തന്നെ CM ഇബ്രാഹിമിനെ പരിചയപ്പെടുന്നത് കേട്ടോ.